അസൂയ ഇല്ലെങ്കിൽ കൂടി അത്ഭുതത്തോടെ നോക്കുകയാണ്. കാരണം അസൂയ ഉണ്ടാവാൻ വേണ്ടിയില്ല. കാരണം ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല, എന്റെ സമയം കിട്ടാറില്ല. എന്റെ ഭാര്യ പറയുന്നത് പോലെ 1,00,000 രൂപ അത് ഞാൻ കൊണ്ട് കളഞ്ഞു. കാരണം ഞാൻ ഒരു ക്യാമറയൊക്കെ മേടിച്ചു. അത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഓസ്മോഡ പോക്കറ്റ് ക്യാമറ മേടിച്ചു, എഡിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം മേടിച്ചു. പക്ഷെ ഇല്ലാത്ത ഒന്ന് മാത്രമായിരുന്നു സമയം. പണ്ടൊരിക്കൽ എനിക്കൊന്ന് വിഷയം പറഞ്ഞു തോന്നുന്നത്, നമ്മളിതൊരു ജോലിയായിട്ട് കൂടി കാണണം. നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്നത് പോലെ വൈകുന്നേരം വരെ ഇതൊരു ജോലിയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ വരുമാനം കിട്ടൂ. എളുപ്പമല്ല എന്നെനിക്ക് മനസ്സിലായി. ഇപ്പൊ കുറെ പേര് എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. ഐ മീൻ ക്ലബ് ബോസിലൂടെയും ഒക്കെ പരിചയമുണ്ട്, സുപരിചിതരാണ്. കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോ യൂട്യൂബിൽ വന്നിട്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരെ പെട്ടെന്ന് കിട്ടിയത് വരില്ല. ഇനി അങ്ങനെ കണ്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പരിഭവം ഒന്നും തോന്നരുത്. യൂട്യൂബിൽ എന്താ പേര്? ജെറി. എവിടെയാ വീട്? ഓ, അമേരിക്കയിലെ കാര്യം. നമ്മുടെ തിരുവല്ലയുള്ള ഒരു വക്കീലിനുള്ള അഡ്വക്കേറ്റിനുള്ള ആളത്തിലുണ്ടോ? ജ്യോതി. അതില്ല. എനിക്കഞ്ചു പണം കിട്ടി. കിട്ടിയോ? കിട്ടി. ഇത് കിട്ടിയോ? ഇത് നമ്മൾ പറഞ്ഞ ചെറിയ തളത്തിലാണ് ഇങ്ങനെ. കിട്ടിയാ? നീ അത് കൈ കൂടെ കൊടുത്തു നോക്കേണ്ട കൂടെ പറഞ്ഞിട്ട് മതി. വേണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു ആ ഒരു ത്രെഡ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു 1 1 2 തരാം. 1 2 1 1 2. നേരത്തെ പറഞ്ഞാൽ എനിക്ക് 5 പണം കിട്ടി കൊടുത്ത് ഞാൻ പഠിക്കും, നമ്മൾ കൈ പിടിക്കും, നല്ല കൂടാവും. കൃത്യം ഓണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തും. അപ്പൊ എനിക്ക് 5 പണം കിട്ടി. എനിക്കഞ്ചു പണം കിട്ടി. പക്ഷേ നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോ നമ്മൾ അറിയാതെ നമ്മുടെ അഡ്രിനാലിൻ അങ്ങോട്ട് എഫക്ട് ആവുന്ന എപ്പോഴാണ്? കൊല്ലം ഭാഗത്താണെങ്കിൽ കുതിരമൂട്ടിൽ കൊണ്ടെന്ന് പറയും. എനിക്ക് തോന്നുന്നത് ഈ ആലപ്പുഴയ്ക്ക് അപ്പുറത്തോട്ടാണ് ഈ കെട്ടുകാഴ്ച എന്ന് പറയുക. എറണാകുളത്തോട്ട് അങ്ങോട്ട് അത് പകൽപൂരമാണ്. അത് പാലക്കാട് കിട്ടുമ്പോൾ വേലയാവും. അങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ സംഭവം എല്ലാം തന്നെയാണ്. പക്ഷെ ഇവിടെയൊക്കെ നമ്മുടെ അഡ്രിനാലിൻ, നമ്മുടെ എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടാകുന്ന അഡ്രിനാലിൻ ഗ്രന്ഥിയെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു അസുര താളമാണ് ചെന്നൈയിലെ മറ്റേ ശിങ്കാരി മേളം. അതെ, ശിങ്കാരി മേളത്തിന്റെ പ്രത്യേകത വെച്ചാൽ അതറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മഹാബലി ദ്രാവിഡനായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ട മഹാബലി അല്ല, ഒറിജിനൽ മഹാബലി എന്നാണ് പറയുന്നത്. നമ്മൾ കണ്ട മഹാബലി നല്ല ഫുഡടിച്ച് വയറൊക്കെ ചാടിയ മഹാബലിയാണ്. യോദ്ധാവായിരുന്ന ആളായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹമൊക്കെ ആവേശിക്കുന്ന താളം ശരിക്കും തെക്കൻ ഭാഗത്ത് പറയുന്നത് കൊല്ലത്തെ പപ്പട്ടം നല്ല പപ്പട്ടം, അതാണ് അതിന്റെ താളം എന്നതാണ്. പക്ഷെ അതങ്ങനെ പറയുമ്പോ സുഖം. പക്ഷെ അടിക്കുമ്പോ ആ താളത്തിന്റെ പ്രത്യേകത അറിയാതെ കൈ പൊക്കി പോകും. പക്ഷെ നിങ്ങൾ ഒന്നിച്ചത് കൈ പൊക്കി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കറിയാം ഇരിക്കുന്ന നിങ്ങൾ യൂട്യൂബർ, ഞാനൊരു
യൂട്യൂബറാണ്, അറിയപ്പെടുന്ന ആളാണ്. ഞാനൊക്കെ ഇങ്ങനെ കാണിച്ചത് ചെയ്തേക്കുന്നുണ്ട്, എനിക്ക് നല്ലതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളൊക്കെ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ചെണ്ട കണ്ട അപ്പൊ കൈ പോക്കും നിങ്ങൾ. കാരണം നിങ്ങൾക്ക് അറിയാം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആ കാറ്റിന് തിരിച്ചു പോയിട്ട് കയ്യിൽ നോക്കി മൂടാൻ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. വിശക്കുന്നുണ്ടല്ലേ? നമ്മൾ ഈ സ്ത്രീകളെ കുറിച്ച് പൊതുവെ പറയപ്പെടുന്ന കാര്യമാണ്, കേരളത്തിലെ സ്ത്രീകളോട് ഒരിക്കലും ടൂറിന് പോകരുതെന്നാ പറയുന്നത്. ഇവര് വീട്ടിൽ നിന്നുകൊണ്ട് ഊട്ടി സ്വപ്നം കാണും. ഊട്ടി പോകണം, കാറ്റ് പോകണം, അവരുടെ തടാകത്തിൽ നീന്തണം, ഹസ്ബൻഡിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണം. അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. കാരണം വണ്ടി പിടിച്ച് ഊട്ടി ചെല്ലും. ഊട്ടി ചെന്നത് വീട്ടിനെ കുറിച്ച് ചിന്തിക്കും. കോഴിക്കൂട് അടച്ചോ, ചെടി ഉണങ്ങിയോ, മറ്റേ കൊച്ചിന്റെ വീസ് കൊടുത്തില്ല. അപ്പൊ ഹസ്ബൻഡ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് വരും ചെയ്യുന്നത് പോയത് കോഴിക്കൂട് ഇറങ്ങില്ല. അതേ ടെൻഷനാണ് പൂർത്തിയാക്കുന്നത്. ആളുകളൊക്കെ ചിന്തിക്കപ്പെടും, ഇതെങ്ങാനും എടുത്ത് വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പക്ഷെ വീട്ടുകാര് ഈ എറണാകുളത്ത് പോയി തുള്ളാൻ പോയിട്ടില്ല. പക്ഷെ അതൊന്നും വേണ്ട, കുറച്ചു നേരം നിങ്ങൾക്ക് ഫ്രീ ആകാൻ ഒരു അവസരമാണ്. ഓക്കെ, ഇത് തന്നെയാണ് ആവേശം. എന്നിട്ടാണോ ഇത് വിളിച്ച് ഇതിന്റെ പേര് ഡൈവോഴ്സ് വന്നാൽ ഞാൻ നോക്കിക്കോളാം. പ്രിയായിട്ട് കാണിച്ചേക്കാം. മനസ്സിൽ ലഡ്ഡു പൊട്ടി, രണ്ടുപേരെ പൊട്ടി. ഞാനെപ്പോഴും പറയാറുണ്ട്, ഹൈക്കോടതിയിൽ ഞാൻ ജഡ്ജി എന്റെ ഈ പെർഫോമൻസ് എന്നെ ആദ്യം ഒന്ന് പുറത്താകും. കാരണം പൊതുവെ വക്കീലന്മാരെന്ന് വെച്ചാൽ കുറച്ച് ജാലികെട്ട് എടുക്കണമെന്നാണ് പറയുന്നത്. എനിക്കത് അറിയില്ല. ഞാനത് ചെന്നാലേ അവർക്ക് പ്രശ്നമാണ്. അവരുടെ കുടുംബത്തെ മാറും, അവർ എന്നെക്കാൾ നടക്കാം. അപ്പൊ നമ്മൾ ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ അണ്ടർലാൻഡിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഒരുപാട് ടെൻഷൻസ് ഇല്ലേ? യൂട്യൂബില് വീഡിയോ ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അത് ആൾക്കാർ കാണണം, ന്യൂസ് പ്രശ്നങ്ങളാണ്. അതെല്ലാം മാറ്റി വെച്ച് കൊച്ചിയിലേക്ക് വന്നേക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയല്ലേ? യൂട്യൂബൊക്കെ മാർക്ക് കുറച്ച് നേരം കൂടെ നമുക്ക് ഞാനൊരു 2 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരു മൂഡ് ചേഞ്ചിനായിട്ട് പാട്ട് പാടുന്നുണ്ടോ? ശരി, അപ്പൊ ഈ പാട്ട് ഒന്നിച്ചു പാടിയോ? ഇത് സാധാരണ നാടൻ പാട്ടുകളുടെ ഭാഗത്തിൽ കൊച്ചിക്കാർ പാടുന്ന പാട്ടാണ്. ചന്ദനമെന്തിന് കുങ്കുമമെന്തിന് വട്ടപ്പൊട്ടല്ലോ നിനക്കു ഭംഗി. ഇതാണ് ഇത്. ഭാര്യയ്ക്ക് ഒരു കുന്തവും മേടിച്ചു കൊടുക്കാത്തൊരു ഭർത്താവ് നൈസായിട്ട് ചെറുതിട്ട് ഭാര്യയോട് പാടുന്ന പാട്ടാണ്. അടുത്ത വരിയാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആളുടെ പണയം വെക്കാൻ സ്വർണം വേണം. അത് ആദ്യത്തെ വരിയാണ് കൂടിയിട്ടത്. ചന്ദന
കുപ്പിവളയാ നിനക്കു ചന്തം. ഇങ്ങോട്ട് കൂടി തരിക. പട്ടങ്ങളും നേരം പോയി ഞാനൊന്നുറങ്ങട്ടെ, നേരം പുലർന്നാലോ ഓണമല്ലേ. വീണ്ടും ഭർത്താവ് പാടി. ചന്ദനം എന്തിന് കുങ്കുമം എന്തിന്, വട്ടപ്പൊട്ടല്ലോ നിനക്കു ഭംഗി. സ്വർണവും എന്തിന് പണ്ടങ്ങളെന്തിന്, കുപ്പിവളയാ നിനക്കു ചന്തം. പണ്ടങ്ങളെന്തിന് നേരം പോയി ഞാനൊന്നുറങ്ങട്ടെ, നേരം പുലർന്നാലോ ഓണമല്ലേ. ഭർത്താവ് മനസ്സിലായി ഭാര്യയാണെങ്കിൽ പുള്ളി ചെയ്ത് സാധനം 6 കൊണ്ട് പിടിച്ചു. ചന്ദനം എന്തിന് എന്തിന് നിങ്ങൾ പാടാൻ വേണ്ടിയാണ് ഞാൻ നിർത്തിയിട്ടുള്ളത്. അല്ലേ നിങ്ങൾ ചെയ്ത് എനിക്ക് മനസ്സിലായി ഡബ് ചെയ്യുകയാണ് എനിക്ക്. നിങ്ങൾ വഴിയെങ്കിലേ എനിക്ക് ചലിക്കാൻ പറ്റുള്ളൂ. രണ്ടുകൊണ്ട് എന്നെ കൊണ്ട് ബാക്കി. അപ്പൊ നേരം പോയി പഠിച്ചിട്ട് പാടും. നേരം പോയി ഞാനൊന്നുറങ്ങട്ടെ, നേരം പറഞ്ഞാലോ ഓണം എത്തും. എങ്ങനെ പഠിക്കും? ഒന്നുകൂടെ. നേരം പോയി പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. വീടൊരു വീടാണ് ചേട്ടാ മുറ്റത്തടിപ്പാനം, കുമിട്ട് വന്നാട്ടെ ചേട്ടന്റെ തലയെന്ന് മുട്ടല്ലേ. പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, ചേട്ടന്റെ പരാതി തീരൂല. ഒരു പാട്ടുകാരനെ പുറത്തെ അടിച്ചു. സുമി പാടൂലേ? നിന്നെ കാണാൻ എന്നെക്കാളും ചിന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടല്ലേ നിന്നെ കേട്ടാ സബ്സ്ക്രൈബ് എനിക്കൊന്ന് കൂട്ടണ കാന്ത, എനിക്കൊന്ന് കൂട്ടണ കാന്ത, ചേട്ടനെ കാണണ കാന്ത, പിച്ചയുടെ കിറുവാണ് കേൾക്കണ കാന്ത. ഞാനും വരാ യൂട്യൂബിന്റെ ക്ലബ് ഹൗസിലേക്ക്.
അപ്പോ എല്ലാവരും ഒന്ന് ഉണർന്നു, ഒന്ന് ഹാപ്പിയായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത നാളിലേക്ക് ഉണർന്നു വിശ്വസിക്കുന്നു.